നിതിൻ തോമസ് കൂടി നമുക്കൊപ്പം ഉണ്ട്. നിതിൻ നിൽക്കുന്ന ബൂത്തിലാണ് പ്രായമായ ഒരു അമ്മൂമ്മ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ വന്നത്. അപ്പൊ ഇതൊക്കെ ഒരു ജനാധിപത്യത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായ കാഴ്ചയാണ്. ഒരു പ്രതിസന്ധിയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ട് വോട്ട് ചെയ്യണം, അത് അവർക്ക് ബോധ്യമുണ്ട്. ജനാധിപത്യത്തിൽ അത്രമേൽ അവർ വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ മനോഹരമായ കാഴ്ചകൾ കൂടി കാണുന്ന ഒരു ദിവസമാണിത്. തീർച്ചയായിട്ടും പ്രായമൊന്നും ആർക്കും പ്രായം വെറും ഒരു നമ്പർ എന്ന് മാത്രമാണ് എല്ലാവരും പറയുന്നത്. 104 വയസ്സുള്ള ആളാണ്, ത്രേസ്യാമ്മയാണ് വോട്ട് ചെയ്തത്. ഈ ബൂത്തിലല്ല, മറ്റൊരു ബൂത്തിലാണ് വോട്ട് ചെയ്തത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗവൺമെൻറ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന ഗവൺമെൻറ് ട്രൈബൽ സ്കൂളിലെ ബൂത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്ന കൂട്ട് തന്നെ ആളുകൾ രാവിലെ മുതൽ തന്നെ, വെയിലുണ്ട്, ചൂടുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ രാവിലെ മുതൽ തന്നെ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സ്കൂളിൽ 192 നമ്പർ ബൂത്തിൽ കാണുകയാണെങ്കിൽ തന്നെ ഒട്ടനവധി ആളുകളാണ് ഇവിടെ ക്യൂ നിൽക്കുന്നത്. ഇനി മറ്റ് ഈ സ്ഥാനാർത്ഥികളുടെ കാര്യമാണെങ്കിലും സ്ഥാനാർത്ഥികളൊക്കെ തന്നെ രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി. റോഷി അഗസ്റ്റിൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ സിറേഖ് തോമസ് ആയിക്കോട്ടെ, റോയ് കെ പൗലോസ് ആയിക്കോട്ടെ, എല്ലാവരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ഇത്തരത്തിൽ എല്ലാവരും രാവിലെ മുതൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് വന്ന് നിൽക്കുകയാണ്. ഈ ബൂത്തിൽ ഒരല്പസമയം മുമ്പ് ഒരു VVPAT മെഷീൻ തകരാറിലായിരുന്നു. അത് ഉടനടി തന്നെ പരിഹരിക്കാനും സാധിച്ചു. അതിനുശേഷവും ഇപ്പോൾ ആളുകൾ ക്യൂവിൽ നിൽക്കുകയാണ്. നമുക്ക് ആളുകളോട് തന്നെ പ്രതികരണം തേടാമെന്ന് കരുതുന്നു. രാവിലെ വന്നാണോ? രാവിലെ വന്നാ. ഈ മെഷീൻ തകരാറിലായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു? അത് കഴിഞ്ഞാ വന്നേ. എത്ര നേരമായിട്ട് നിൽക്കുന്നത്? അരമണിക്കൂർ മേലേ. വോട്ട് ചെയ്തിട്ടേ പോകത്തുള്ളൂ? വോട്ട് ചെയ്തിട്ട് പോകുള്ളൂ. ഇനിയിപ്പോൾ ജോലിക്ക് പോകണ്ടേ? പോണം. വോട്ട് ചെയ്തിട്ട് ഓട്ടോ ഓടിക്കും, കുഴപ്പമില്ല. എന്താണ് പ്രതീക്ഷ? റോഷി ശരി, റോഷി എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ട് ഒരു ഇലക്ഷന്റെ ഒരു തിരക്കൊക്കെ? എങ്ങനെയുണ്ട്? നല്ല തിരക്കുണ്ട്. ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഇത്ര ആൾക്കാരില്ലായിരുന്നു. ഇനിയിപ്പോൾ വന്നപ്പോൾ നല്ല തിരക്കായി തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ പണിക്കൊക്കെ പോകാൻ? ഇത് കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോകാൻ. തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ആണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് വേണം ജോലിക്കൊക്കെ പോകാൻ. എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. ഇപ്പുറത്തോട്ട് വന്നാൽ സ്ത്രീകൾ ക്യൂ നിൽക്കുന്നുണ്ട്. സ്ത്രീകൾ ഒട്ടനവധി പേരാണ് ഈ ബൂത്തിൽ ഇപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. രാവിലെ വന്നതാണോ വോട്ട് ചെയ്യാനായിട്ട്? രാവിലെ അല്ല, കുറെ നേരമായി വന്നിട്ട്. ഇനി വോട്ട് ചെയ്തിട്ടേ പോകും. ജോലിക്കൊക്കെ പോകാനുള്ളതാണോ അതോ? ജോലിക്ക് പോകുന്നില്ല, ഇന്ന് പോകുന്നില്ല. വോട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. എങ്ങനെയുണ്ട് വോട്ടിങ്? വോട്ടിങ് കൊള്ളാം. എത്ര നേരമായി നിൽക്കുന്നു? ഒരു 1.5 മണിക്കൂറായി. 1.5 മണിക്കൂറായിട്ട് ഇരിക്കുന്നു. അതാണ് പറയുന്നത് ദിവിഷ്. 1.5 മണിക്കൂറായിട്ടാണ്. 1.5 മണിക്കൂർ, അരമണിക്കൂർ, 1 മണിക്കൂറായിട്ടൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്. ആർക്കും ഒരു മടുപ്പില്ല. ജനാധിപത്യത്തിൻ്റെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ആളുകളൊന്നും തന്നെ മടി കൂടാതെ ഇവിടേക്ക് വരുന്നു, വോട്ട് ചെയ്യുന്നു, പോകുന്നു. മെഷീനുകളൊക്കെ തകരാറായാൽ ഈ സമയമാകുമ്പോൾ തന്നെ നോക്കൂ, 9 മണിയാകുമ്പോഴേക്കും 16% ആളുകൾ അവരുടെ വോട്ട് അവകാശം വിനിയോഗിച്ച് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സിൽ കാര്യങ്ങളിൽ വളരെ വ്യക്തതയുണ്ട്. ഈ കഴിഞ്ഞ 25 ദിവസം അവർ എല്ലാ മുന്നണികളെയും കേട്ടു. UDF-നെ കേട്ടു, LDF-നെ കേട്ടു, NDA കേട്ടു. അപ്പോൾ അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു. നോക്കൂ, എത്ര മനോഹരമായ കാഴ്ചയാണ്. എത്ര പ്രായമായ ഒരു അമ്മൂമ്മ വോട്ട് ചെയ്ത് എത്ര സന്തോഷത്തോടെ അവർ ആ വോട്ട് ചെയ്തതിന്റെ ആ ദൃശ്യം അവർ മാധ്യമങ്ങളോട് കാണിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ ദിവസം നമ്മൾ കാണുന്ന ഏറ്റവും നല്ല കാഴ്ചകൾ. എന്തായാലും വോട്ട് ചെയ്യാതെ മടി പിടിച്ച് ആരെങ്കിലും വീടുകളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ദയവായി അവരോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും നമ്മുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക. അതുകൂടി ചെയ്ത ശേഷമാണ് നമുക്ക് വിമർശിക്കാൻ കുറച്ചുകൂടി ഒരു അർഹത വരിക. ഇല്ല എന്നല്ല, എങ്കിലും നമ്മൾ വിമർശിക്കാനും അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഭാഗമായ നമുക്ക് ഒരു പൗരനെ ചെയ്യാനുള്ള കാര്യം വോട്ട് ചെയ്യുക എന്നതാണ്. അത് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും അടിപിടിച്ചിരിക്കുന്നവർ ദയവായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. ഓരോ പോളിംഗ് ബൂത്തിലും വലിയ തിരക്ക്. നമ്മൾ കാണുന്ന എല്ലാ പോളിംഗ് ബൂത്തിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. മാത്രമല്ല പഴയ പോലെ അങ്ങനെ ഒരു ഡ്രൈ ആയിട്ടൊന്നുമല്ല ഇപ്പോൾ പോളിംഗ് ബൂത്തുകൾ. അത് തന്നെ വളരെ പുതിയ ആളുകളെ വരവേൽക്കാൻ മധുരം നൽകുന്നു, ഹൽവ നൽകുന്നു. പിന്നെ ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയ നിലയിൽ നമുക്ക് ആപ്പിലൂടെ കൃത്യം കാര്യങ്ങൾ അറിയാം. എല്ലാം അറിയാം. അപ്പോൾ അങ്ങനെ വളരെ മെച്ചപ്പെട്ട നിലയിൽ അല്ലെങ്കിൽ ഏറ്റവും ആധുനികമായ നിലയിൽ ലോകത്ത് തന്നെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് നമ്മുടെ രാജ്യത്തേത്. അപ്പോൾ അതിൻ്റെ ഭാഗമാവുക എന്നത് അഭിമാനം കൂടിയാണ്. നമുക്ക്